വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവാസത്തെക്കുറിച്ചുള്ള സംശയവുമായി യേശുനാഥൻ്റെ അടുക്കലെത്തുന്നതും യേശുനാഥൻ പുതിയ വീഞ്ഞിൻ്റെയും പുതിയ തോൽക്കുടത്തിൻ്റെയും ഉപമ അവർ പഠിപ്പിക്കുന്നതുമാണ് സുവിശേഷത്തിൽ വായിക്കുക. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുമ്പോഴും ക്രിസ്തു ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലെന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നത്. എന്തുകൊണ്ട് ഒരാത്മീയ ശൈലി സ്വീകരിച്ചിട്ടുള്ള ക്രിസ്തു ശിഷ്യന്മാർ ഫരിസേയരെ പോലെയോ യോഹന്നാന്റെ ശിഷ്യന്മാരെ പോലെ ഉപവസിക്കാതിരിക്കുന്നു? അതെങ്ങനെയാണ് ഒരു ആധ്യാത്മികതയുടെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ചോദ്യം. യോഹന്നാൻ വന്നത് ക്രിസ്തുവിന് വഴിയൊരുക്കാനാണ്. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് തുടക്കം കുറിക്കാനും അതിനുവേണ്ടി ഒരു ജനതയെ ഒരുക്കുന്നതിനും വേണ്ടിയാണ് യോഹന്നാൻ വന്നത്. യോഹന്നാൻ തൻ്റെ കൂടെ നടക്കാനായി വന്നവരെയൊക്കെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇതാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് അവൻ കടന്നുപോയത്. എന്നിട്ടും യോഹന്നാൻ്റെ ശിഷ്യരായിരുന്ന ചിലർ ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയിട്ടും യോഹന്നാന്റെ ശിഷ്യരായി തന്നെ നിലകൊള്ളുകയും അതൊരു മറ്റൊരു വിഭാഗമായി രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സമൂഹം നിലനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുനാഥൻ അവരോടാണ് പറയുന്നത്, പുതിയ വീഞ്ഞ പുതിയ തോൽക്കുടങ്ങളിലാണ് സൂക്ഷിക്കേണ്ടത്. പഴയ തോൽക്കുടങ്ങളാകുന്ന പഴയ ആത്മീയ ശൈലിയിലല്ല ജീവിക്കേണ്ടത്. പുതുമയിലേക്കാണ് യോഹന്നാൻ മനുഷ്യരെ ഒരുക്കിയത്. അതറിയാതെ എന്തിനു വേണ്ടിയാണോ യോഹന്നാൻ തൻ്റെ സന്ദേശവുമായി ഈ ഭൂമിയിലേക്ക് വന്നത്, എന്തിനു വേണ്ടിയാണോ യോഹന്നാൻ ഒരു സമൂഹത്തെ ഒരുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തത്, അത് മനസ്സിലാക്കാതെ പുതുമയിലേക്ക് വളരാൻ കഴിയാതെ പോകുന്നവരോട് യേശുനാഥൻ നൽകുന്ന കൃത്യമായ സന്ദേശമാണിത്. ക്രിസ്തു ആവശ്യപ്പെടുന്ന കാര്യവും ക്രിസ്തുവാകുന്ന പുതുമ സ്വീകരിക്കുവാൻ നിങ്ങളും പുതുമയിലേക്ക് വരണമെന്നാണ്. ഉപവാസം അനാവശ്യമാണെന്നൊന്നുമല്ല ക്രിസ്തു ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ക്രിസ്തു ആഗ്രഹിച്ചതും ക്രിസ്തു നൽകുന്ന സന്ദേശവും ക്രിസ്തുവാകുന്ന മണവാളനോടൊപ്പം സന്തോഷിക്കാനായി ഇടയാകണം. യോഹന്നാൻ അതിനുവേണ്ടി അതേ പ്രതിയാണ് സന്തോഷിച്ചത്. യേശുനാഥൻ്റെ സാന്നിധ്യം ഉദരത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ആനന്ദിച്ച മനുഷ്യനാണ് യോഹന്നാൻ. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ ശിഷ്യനും അതിലേക്ക് വളരണമെന്നുള്ള ഒരു സന്ദേശം തൻ്റെ മുന്നിൽ തന്നോട് ചോദ്യം ചോദിക്കാൻ എത്തുന്നവർക്ക് നൽകുന്നതാണ് സുവിശേഷത്തിൽ പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ്. ക്രിസ്തുവിനോടൊത്ത് ആനന്ദിക്കുവാൻ കഴിയുക, മണവാളനോടൊത്ത് ഉല്ലസിക്കാൻ കഴിയുക, മണവാളനോടൊത്തുള്ള സന്തോഷത്തിൻ്റെ ഭാഗമായി നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധമാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കുറേ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നതല്ല, മറിച്ച് മണവാളൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനും മണവാളനോടൊത്ത് എന്നും സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കുവാനുമുള്ള വിളിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നു.